കഴിഞ്ഞൂടി ഓനെ ഡാഷുമുള്ള നിന്റെ ഓട്ടം. നീ എന്താണ് വിചാരിച്ചേ ഞങ്ങളിൽ ഒരു മിനിറ്റ് അടിച്ചിട്ട് കൂളായിട്ട് പോകാൻ പറ്റുമെന്ന്? അതെ, ഞങ്ങൾ കൊണ്ട് പോകാൻ പോകുക നിന്നെ. പെണ്ണല്ല ഉരുപ്പടിയാ, കൊല്ലാനായിരുന്നു കൊട്ടേഷൻ. അത് പക്ഷേ ഉടനെ ഇല്ല. അല്ലടാ, അതിന് കൊല്ലണോ? നമുക്കിവളെ അമ്മാട്ടമ്മയ്ക്ക് വിറ്റാ പോരെ. അവിടെ എത്തിയാൽ പിന്നെ ഇവിടെ ചാവുന്നതിന് തുല്യം തന്നെയല്ലേ. പുറലോകം പിന്നെ കാണില്ല, നമുക്ക് നല്ല ക്യാഷ് കിട്ടും. ആ, നീ പറഞ്ഞത് ശരിയാണല്ലോ, അത് തന്നെ ചെയ്യാം. എന്നിട്ട് കൊട്ടേഷൻ താങ്കളോട് കൊന്ന് കടയിൽ താഴ്ത്തെന്ന് പറയാം. അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ വലിച്ചു കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റാൻ തുടങ്ങുമ്പോഴാണ് സോദി ഓടിച്ചെന്ന് പിഴഞ്ഞു പുറകെത്തുന്നത്. വിടവളെ! പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട സൗണ്ട് അവന്മാർ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്ന സോദിയെ കണ്ടതും അവന്മാർ പൊട്ടിച്ചിരിച്ചു. ഇത് വീണ്ടും ഒരു പെണ്ണ് എന്ന് നമുക്ക് നല്ല ദിവസമാണല്ലോ. അമ്മാട്ടമ്മക്കെന്ന് കുഷാലി. നീ എന്താടി ഞങ്ങളെ അടിച്ചു വീഴ്ത്തി ഇവളെ കൊണ്ട് പോകുമെന്നതാണ്? വിടവളെ! നിങ്ങളെന്തിനാ അവളെ കൊണ്ടുപോകുന്നേ? ആ, നിങ്ങൾ കൊള്ളാരും കാര്യങ്ങളൊക്കെ അറിയണോ? അറിഞ്ഞാൽ നീ പോകൂ. ഡി, നിനക്കൊരു ഓഫർ തരാം. വേണമെങ്കിൽ ഞാൻ 10 വരെ എണ്ണി തീരുന്ന മുമ്പ് ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവളുടെ കൂടെ നീയും പോരും, നിങ്ങൾക്ക് സന്തോഷം. അവന്മാർ എണ്ണാൻ തുടങ്ങി. സോദിയാണെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ധ്രുവ് വരുന്നുണ്ടോന്ന്. ആരെയും കാണുന്നില്ല. അവളെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല. എങ്കിലും ജാൻവി അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. എന്ത് വന്നാൽ ജാൻവിയെ രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. സോദി കയ്യിൽ കിട്ടിയ ഒരു തടി കഷ്ണമെടുത്ത് ജാൻവിയെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ അവനെ അടിക്കാൻ കൈയൂങ്ങിയതും വേറൊരുത്തൻ അവളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് അവളുടെ മുഖമടിച്ചൊന്ന് കൊടുത്തു. സോദി വേച്ചു വീണു പോയി. പിടിച്ചു കയറ്റാ ഈ പുന്നാര മോളെയും. കൂടെ ഉണ്ടായിരുന്നവരോട് അവിടെ നേതാവ് പറഞ്ഞതും സോദിയും ജാൻവിയും വലിച്ചു കയറ്റുമ്പോഴാണ് അങ്ങോട്ട് ധ്രുവും സിദ്ധുവും എത്തിയത്. കാർ വന്ന് അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറുകയിട്ട് ഡോർ തുറന്ന് ചാടിയിറങ്ങിയവർ. നീക്കോ ആരാടാ? വലുന്നും മാറടാ. ആ, ഇതെന്തൊരു ദേഷ്യമാണ് എൻ്റെ അമ്മ. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി അല്ലടാ സിദ്ധു. പിന്നെ അല്ലാതെ. ഇത് നോക്കിക്കേ, എൻ്റെ മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. വോയിൽ നിന്നും മാറി നിൽക്കടാ മോനെ. നിനക്കറിയില്ല ഞങ്ങള്. വെറുതെ ഉണ്ടാക്കാൻ നിൽക്കണ്ട, വന്ന വഴിയെ പോകാൻ നോക്ക്. ജീവൻ ബാക്കി വേണമെങ്കിൽ. പിന്നെയും ഭീഷണി, ഇതെനിക്ക് ഇഷ്ടമല്ല. എന്നെ ആരും ഭീഷണിപ്പെടുത്തുന്ന മാത്രം ഞാൻ അനുവദിച്ച് കൊടുക്കാറില്ല. കൂടെ ഉണ്ടായിരുന്നവനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ധ്രുവ് അത് പറഞ്ഞത്. ധ്രുവിൻ്റെ ചവിട്ടി കൊണ്ട് അവൻ തെറിച്ച് വീണു. അത് കണ്ട് ബാക്കിയുള്ളവർ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എനിക്ക് അടിയുണ്ടാക്കണമെന്നൊരാഗ്രഹമില്ല. നീ ഇപ്പോൾ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിയവരെ ഇങ്ങോട്ട് ഇറക്കി വിട്ട് അവരെയും കൊണ്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. ഓ, അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾക്ക് വേണ്ടത് ഇവളമാരാണല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇവരെ തന്നെയാണ്. ആദ്യം പിടിച്ച ഞങ്ങളല്ലേ, അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നേക്കാം. എന്താ അതുപോലെ? പൊന്നം രാഷു മോനെ, നീ എന്ത് പറയണം? നിനക്കിനെ ശരിക്കും അറിയില്ല. പിന്നീട് നടന്നത് അതിഗംഭീര സംഘടനമായിരുന്നു. ധ്രുവും സിദ്ധുവും കൂടി അവരെയെല്ലാം അടിച്ചൊതുക്കി. ഒന്ന് തലയുയർത്തി നോക്കാൻ പോലാവാതെ അവന്മാർ അവിടെ കിടന്നു. അതിൽ നേതാവെന്ന് തോന്നിയവന് ധ്രുവ് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനി പറ, ആരെൻ്റെ പെണ്ണിനെ കൊട്ടേഷൻ തന്നത്? ആരുമില്ല. നീ പറയുന്നുണ്ടോ അതോ മരിക്കാനാണ് തീരുമാനം? വീണ്ടും മഴ ചവിട്ടി കൂട്ടിക്കൊണ്ട് ധ്രുവ് ചോദിച്ചു. വേണ്ട വേണ്ട പ്ലീസ്, ഞാൻ പറയാം. എന്നാ പറയടാ. അത് ആരാന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു നമ്പറിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വിളിച്ച നമ്പർ എന്തേ? അതെൻ്റെ ഫോണിലുണ്ട്. സിദ്ധു, ആ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും എടുത്ത് ആവശ്യമുണ്ട്. സിദ്ധു വേഗം തന്നെ ധ്രുവ് പറഞ്ഞ പോലെ ചെയ്തു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ വന്ന് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. എസ് ഐ വന്ന് ജാൻവിയോടും സോദിയോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കംപ്ലൈൻറ്റ് എഴുതി വാങ്ങി അവർ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ധ്രുവ് വേഗം സോദിയുടെ അടുത്തേക്ക് ചെന്നു. പേടിച്ചുവിടും? ശരിക്കും സാർ, സത്യമായിട്ട് പേടിച്ചു പോയി. ജാൻവി ഒറ്റയ്ക്ക് അവരവസ്ഥയിൽ കണ്ടപ്പോൾ ഞാനിതിലും പേടിച്ചു പോയി. പിന്നെ സാറിനെ കാണുന്നതുമില്ല. ആ, കരയതോടും കഴിഞ്ഞില്ലേ? നീ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് എന്നോടല്ല സാർ പറയേണ്ടത്, ജാൻവിയോടാണ്. ഞാൻ ശരിക്കും സേഫ് ആകുമായിരുന്നു. ഇവളെ ഒറ്റയ്ക്ക് ആ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്കിട്ട് പോരാൻ തോന്നിയില്ല. അത്രയും നേരമായിട്ടും ധ്രുവ് ജാൻവിയൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. സിദ്ധ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവളോട്. അതിനെല്ലാം അവൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും നോട്ട് മുഴുവനും ധ്രുവിലാണ്. അത്രയും സമയമായിട്ടും ജാൻവിയോടൊന്നും മിണ്ടുകയോ ഒന്നും നോക്കുന്ന പോലും കാണാത്ത കണ്ട് ജാൻവിക്ക് സങ്കടമായി. അവളെ നോക്കാതെ സോദിയെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ട് സഹിക്കാനായില്ല. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. അവൾ നടന്നു പോകുന്നത് കണ്ട സിദ്ധോളെ പുറകിൽ നിന്ന് വിളിച്ചു. ജാൻവി, നീ എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്ക് പോകാം. ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ കൊണ്ടുവിടാം. വേണ്ട,
ഞാൻ പൊക്കോളാം സിദ്ധുവേട്ട. പിന്നെ ഒരുപാട് താങ്ക്സ് ടു ഞങ്ങൾ സഹായിച്ചതിന് ധ്രുവ് സാറിനോട് പറഞ്ഞേക്കും. അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി അതിലെ പോയി ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തി. അതിൽ കയറിയിരുന്നു. സ്ഥലം പറഞ്ഞു കൊടുത്തതും ഓട്ടോ മുൻപോട്ടെടുത്തു. ധ്രുവ് ജാൻവി ഓട്ടോയിൽ കയറിപ്പോയി. ഓട്ടോയിലോ? അതെന്നാ നമ്മൾ കൊണ്ട് വിടൂല അവളെ. ഞാനങ്ങ് ചെല്ലട്ടെ, അവിടെ ചെന്നിട്ട് കൊടുത്തോളാം. സ്വാതി ഞങ്ങൾ കൊണ്ട് വിടണോ അതോ തനിയെ പോകൂ? വേണ്ട സാർ, എൻ്റെ സ്കൂട്ടി അവിടെ കിടപ്പുണ്ടല്ലോ, ഞാനിതിൽ പൊക്കോളാം. അപ്പോൾ ശരിയടാ, സീ ടുമോറോ. ഓക്കെ സാർ, താങ്ക് യു. ധ്രുവ് വേഗം കാറിൽ കയറി. എന്തോ ആലോചനയിൽ നിന്ന സിദ്ധുവിനെ 2 തെറി പറഞ്ഞ് വലിച്ചു കയറ്റി. എന്നാണ് നിനക്ക് ഭ്രാന്തായോ? അവൾ ഏത് വഴി പോയത്? ആര്? സിദ്ധു ചുമ്മാ കളിക്കല്ലേ? ജാൻവിയാണോ? ധ്രുവിൻ്റെ ദേഷ്യം പിടിച്ചുള്ള മുഖം കണ്ടതും സിദ്ധു നല്ല കുട്ടിയായി. ഇതിലേടാ? ധ്രുവ് കാർ സ്പീഡിലെടുത്തു. കാണുന്നില്ലല്ലോ പെണ്ണിനെ. നിന്റെ ഒടുക്കത്തെ ജാടിയിൽ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ ഇതിങ്ങനെ വരുമെന്ന്. ശവത്തെ കുത്താതടാ. അവൾ ആരൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്നത് പറഞ്ഞ് സോതി വിളിച്ചപ്പോൾ എൻ്റെ ജീവനത് പോലെയായിരുന്നു. അത് തിരികെ കിട്ടിയത് അവളെ ഒന്ന് കണ്ടപ്പോഴാണ്. ഞാൻ അവളോട് പറഞ്ഞതാ ഒന്നിച്ച് പോകാന്ന്. അപ്പോൾ അച്ചാച്ചൻ വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവൾ അത്രയും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമെന്ന്. ആ സങ്കടത്തിൽ നിൽക്കുമ്പോൾ നീയോ അവഗണിച്ചില്ലേ? ഒരു പ്രാവശ്യം നോക്കിയേ പോലായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒരു തൊട്ടാവടി മാത്രമല്ല, അത്യാവശ്യം വാശിയും ദേഷ്യമുള്ള ആളാണ്. അവൾക്ക് ഫീലാകാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. എന്നാലേ ചെയ്ത് തെറ്റായെന്ന് മനസ്സിലാകും. ധ്രുവിൻ്റെ കാർ പോർച്ചിലേക്ക് വന്ന് നിന്നു. അവൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടതും കാർത്തിക അപ്സ്റ്റെയറിൽ നിന്നോടി പാഞ്ഞെത്തി. കണ്ടിട്ട മനുഷ്യനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്താടി, ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ജാൻവി വന്നു. എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടില്ല. ധ്രുവ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് കയറി ചുറ്റുമൊന്ന് കണ്ണൊടിച്ചു. ആരെയും ഹാളിൽ കണ്ടില്ല. ജാൻവിയുടെ റൂമിലേക്ക് നോക്കുമ്പോൾ ഡോർ അടഞ്ഞ് കിടക്കുവാണ്. കോപ്പ്, ഇതിപ്പോൾ എങ്ങനെ അവളൊന്ന് വന്നോന്നറിയുന്നേ? അവളുടെ മുറിയിൽ കയറിയെന്ന് വെച്ചാൽ ആ പണ്ടാരിൻ്റെ പുറകെ ഉണ്ടല്ലോ. ധ്രുവ് കാർത്തിയെ നോക്കിയൊന്ന് പല്ല് കടിച്ചു. കാർത്തിക, നീ ഒരു പണി ചെയ്യും, ചായ എടുക്കുക. ഞങ്ങൾ 2 പേർക്കും വേണം. പിന്നെ രാവിലത്തെ ചായ ഫ്ലാസ്കിൽ വെച്ചതാണെങ്കിൽ വേണ്ട, ഫ്രഷ് വേണം കേട്ടോ. സിദ്ധു ഒന്നും മനസ്സിലാകാത്ത പോലെ ധ്രുവിനെ നോക്കി. അവൻ സിദ്ധുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ചായ കൊടുക്കാൻ പറഞ്ഞ് കാർത്തിക്ക് സന്തോഷം അടക്കാനായില്ല. ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. ആ സമയം കൊണ്ട് ധ്രുവ് ജാൻവിയുടെ റൂമിൻ്റെ വാതിലും തട്ടി. കുറച്ചു നേരം തട്ടിയിട്ട് തുറക്കില്ലെന്ന് കണ്ട അവൻ വെറുതെ ഒന്ന് തള്ളി നോക്കി. അത് ശരി, ഇത് അടച്ചിട്ടില്ലായിരുന്നു. അവൻ വാതിൽ തുറന്നകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന ജാൻവിയെ. അവൻ വന്നൊന്നും അറിഞ്ഞില്ല. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അവൻ വേഗം ഡോറടിച്ചു. ഇതെല്ലാം കണ്ട് വായു പൊളിച്ചു നിൽക്കുന്ന സിദ്ധുവിനോട് മിണ്ടരുതെന്ന് കാണിച്ചു. അവൻ പതിയെ ബെഡിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ പറയുന്നത് ശ്രദ്ധിച്ചു. ഒരു സ്വാതി, ആ ചേച്ചി മൊത്തം കണ്ണി പിടിക്കുള്ളൂ. അപ്പം ഞാനാരാ? ഇനി ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിടത്തേക്ക് വന്ന അപ്പം കാണിച്ചു തരാം ഈ ജാൻവി ആരാന്ന്. ശരിക്കും കാണിച്ചു തരുമോ ജാനൂസ്? എന്നെ വേഗം ആയിക്കോട്ടെ. ഡേ, ഞാൻ എത്തിയിട്ടുണ്ട്. ധ്രുവിൻ്റെ സൗണ്ട് കേട്ട് ജാൻവി ഞെട്ടിപ്പിടി എണീറ്റു. ധ്രുവട്ടേണ്ട എൻ്റെ മുറി ആരെയും കണ്ട് വേഗം പോകാൻ നോക്കും. ഇപ്പം തൽക്കാലം പോകുന്നില്ല. നിന്റെ പരാതികൾ നിർത്തിയിട്ടേ പോകുന്നുള്ളൂ. എനിക്കെന്ത് പരാതി? ധ്രുവട്ടൻ പോകാൻ നോക്ക് പ്ലീസ്. ആരെയും കണ്ട് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ജാനസ്, നീ എന്തിനും ഒറ്റയ്ക്ക് പോയത്? നിന്നോട് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ധ്രുവട്ട, വഴക്ക് പറയില്ല പ്ലീസ്. വഴക്ക് പറയാനല്ല, പിടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്. നിനക്ക് ഞാൻ ആരുമല്ല ജാനസ്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ. നിനക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഒരു അഹങ്കാരം കാണിക്കൽ. സ്വാതി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ നീ ഓർത്തിട്ടുണ്ടോ ജാനൂസ്? എങ്ങനെ ഓർക്കാനല്ലേ? ഞാൻ നിനക്കാരും മുഴുവൻ പറയാൻ സമ്മതിക്കാതെ ജാൻവി അവൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കി. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ ധ്രുവ് കുറച്ച് സമയം വേണ്ടി വന്നു. ഒരിക്കലും ജാൻവിയിൽ നിന്ന് അവനത് അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് സത്യം. ജാൻവിയെ ധ്രുവ് വലിഞ്ഞു മുറുകി അവനോട് ചേർത്ത് നിർത്തി. അവളുടെ കൈകളും അവനെ പൊതിഞ്ഞു പിടിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ജാൻവി അവളുടെ ചുണ്ടുകൾ വേർപ്പെടുത്തുമ്പോഴേക്കും ധ്രുവ് ഏറ്റെടുത്തിരുന്നു. വായിലിരുമ്പ് ചുവ വന്നിട്ടും വിട്ടുമാറാൻ 2 പേരും തയ്യാറായില്ല. ധ്രുവിൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് കുസൃതി കാണിക്കാൻ തുടങ്ങിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനോടൊന്നുകൂടി ചേർന്ന് നിന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങിയപ്പോൾ 2 പേരും പതിയെ വിട്ടുമാറി. ജാൻവിക്ക് ധ്രുവിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ താഴേക്ക് നോക്കി നിന്നു. ജാനൂസ്, മുഖത്തേക്ക് നോക്കടി പെണ്ണെ. അവൾ നോക്കില്ലെന്ന് കണ്ട് ധ്രുവ് അവളുടെ മുഖം പിടിച്ചുയർത്തി. ജാനൂസ്, താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് വിച്ച് യു ഗിവ് മീ. നമ്മളൊക്കെ പെട്ടെന്ന് കെട്ടിയാലോ എന്നെൻ്റെ അഭിപ്രായം? പെട്ടെന്നു? അതെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ബ്ലഷ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ കണ്ട്രോൾ പോകുവടി. പൂക്കോ, ഞാൻ സത്യവെണ്ണ പറഞ്ഞ്
കെട്ടിയാലോ നമുക്ക്? അപ്പം എൻ്റെ സ്റ്റഡീസ് അത് കെട്ടിക്കഴിഞ്ഞാലും പഠിക്കാലോ? ഓവേ കുറേ പഠിക്കും. അത് വേണ്ട, പഠനം കഴിഞ്ഞിട്ട് മതി. അപ്പം ഞാൻ കുറേ മതിൽ ചാടേണ്ടി വരുമല്ലേ? ധ്രുവേട്ടാ പോക്ക് ആരംഭിക്ക് അന്വേഷിക്കും. ഞാൻ പോകുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വഴക്കുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കോട്ടോ. എനിക്കിഷ്ടപ്പെടും ഈ പരിപാടി. അയ്യേ ഒന്ന് പോ ധ്രുവേട്ടാ. ഇതേ പെണ്ണി, നിന്നോട് ഞാൻ പറഞ്ഞ ബ്ലഷ് ആകരുതെന്ന്. എൻ്റെ കൺട്രോൾ പോകും. പിന്നെ ഇങ്ങനെ കിസിലെന്ന് ഒതുകൊള്ളട്ടോ, പറഞ്ഞേക്കാം. പെട്ടെന്ന് ജാൻവിയുടെ ഡോർ തട്ടുന്ന സൗണ്ട് കേട്ട് രണ്ടുപേരും ഞെട്ടി. ഇപ്പൊ ഇവിടെ വെച്ച് ആരെയും കണ്ട ശരിയാകില്ല. എനിക്ക് പേടിയാണ് ധ്രുവേട്ട. നീ അനങ്ങാതിരുന്നോ, നോക്കട്ടെ ഞാൻ. അപ്പോഴേക്കും കൂട്ടിന്റെ ശക്തി കൂടി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു. എന്തിപ്പോ ചെയ്തു ധ്രുവേട്ട? എനിക്ക് പേടിയാവുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കടി. ആരെങ്കിലും കേട്ടിട്ട് വേണം നിന്റെ എൻ്റെ പപ്പും പൊടിയും പറിക്കാൻ. അപ്പൊ ധ്രുവേട്ടിന് പേടിയാണല്ലേ? നമ്മൾ ഒന്നാകേണ്ടത് ഒരിക്കലും ഇതുപോലൊരു സാഹചര്യത്തിൽ കൊണ്ടാണെന്ന് ആരും ഒരിക്കൽ പോലും വിചാരിക്കാൻ പാടില്ല. അല്ലാതെ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. മിണ്ടാതിരിക്കാൻ പറയുന്നത് മനസ്സിലായും. വീണ്ടും കഥകൾ കൊട്ടുന്നത്. ജാനുമോളെ, നീ വാതിൽ തുറന്നേ. ഇതെന്നെ വന്നിട്ട് നേരെ റൂമിലേക്ക് കയറി. അയ്യോ അമ്മയാണ്. എങ്ങനെ ഞാൻ വാതിൽ തുറക്കും? എൻ്റെ ദേവീനെ എന്ത് ചെയ്യും? നീ ധ്രുവട്ട എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്ന് പറഞ്ഞുണ്ടല്ലോ. മരുവര് വഴി പറഞ്ഞതാ. പിന്നെ ഞാൻ ഒന്ന് സോറി പറയാൻ വേണ്ടി മാത്രം വന്നത്. എന്നെ നീ പ്രലോഭിച്ചതും പോരാ, എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എൻ്റെ തലയിലിട്ടു. ഷോ, ഇപ്പൊ എന്താ ചെയ്യുക? നീ വിളി കേക്ക്. എന്നിട്ട് ഇപ്പൊ വരാം. കുളിക്കുമായിരുന്നു, ഇറങ്ങിയതേ ഉള്ളെന്ന് പറ. അങ്ങനെ പറയാല്ലേ? വീണ്ടും കഥക് മുട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ ജാൻവി ധ്രുവ് പറഞ്ഞ പോലെ പറഞ്ഞു. ഇപ്പൊ ഇറങ്ങി വരാമെന്നും പറഞ്ഞ് അവളോട് ബാത്റൂമിൽ കയറി. ഒരു വിധത്തിൽ കുളിച്ചിറങ്ങി. അവളുടെ ചുണ്ടിലും പെൺകഴുത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികൾ കണ്ടപ്പോൾ ധ്രുവിന്റെ കൺട്രോൾ പോയി. അവൻ വേഗം തലയൊന്ന് കുടഞ്ഞു. ജാനുസ്, നീ വേഗീരാകാൻ നോക്ക്, ഇല്ലെങ്കിൽ ശരിയാകില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഈ പെണ്ണ് എന്നെ നന്നാവാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞവൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അത് കണ്ട് അവൾ അവനെ തള്ളി മാറ്റി. ധ്രുവേട്ട കളിക്കില്ലേ, മാറിക്കങ്ങോട്ട്. എന്നാൽ നീ വേഗം ഇറങ്ങി, ഞാൻ ബാത്റൂമിൽ നിന്നോളാം. പുറത്തേക്ക് സാഹചര്യം നോക്കിയിട്ട് സിഗ്നൽ താ. അയ്യോ അതെനിക്ക് പേടിയാ, ആരെങ്കിലും കണ്ടാലോ. എന്നാൽ ഞാൻ അവിടെ ഇരുന്നോളാം, എനിക്കൊരു പ്രശ്നമല്ല. ഐ എം സോ ഹാപ്പി ടു വിത്ത് യു. അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അത് പറഞ്ഞതും ജാൻവി ചാടി പറഞ്ഞു. അയ്യടാ, അതിന് നടക്കില്ല. ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി നോക്കട്ടെ, അവിടെ ഇങ്ങനെ ഒന്ന് വിളിച്ചിരിക്കും. ജാൻവി ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പതിയെ ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോഴേ കണ്ടത് ടെൻഷൻ അടിച്ച റൂമിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിദ്ധുവിനെയാണ്. ഓഫീസിൽ നിന്ന് വന്ന അതേ ഡ്രസ്സാണ്. ജാൻവി കഥക തുറക്കുന്നത് കണ്ടതും അവൻ പാഞ്ഞ് അവളുടെ അടുത്തെത്തി. എവിടെ നിന്റെ കള്ളക്കാമുകൻ? അത് പിന്നെ സിദ്ധുവട്ട. പോരട്ടെ, ബാക്കിയുടെ പോരട്ടെ. റൂമിലുണ്ട്. അവൻ നിന്റെ റൂമിൽ കയറി അടയിരിക്കാൻ തീരുമാനിച്ചു? അയ്യോ ഇല്ല, പുറത്താരുണ്ടെന്ന് നോക്കിയിട്ട് ഇറങ്ങാനായിരുന്നു. ജാൻവി മടിച്ചൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. പുറത്താരുമില്ലെന്ന് കണ്ടതും ജാൻവി തിരിഞ്ഞോടെ റൂമിൽ കയറി. ധ്രുവിനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾ തിരിച്ചു ഇറങ്ങി. സിദ്ധുവിനെ നോക്കാതെ സാവിത്രി റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ചെറുചിരിയോടെ തിരിഞ്ഞപ്പോഴാണ് സിദ്ധു പതിയെ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് കയറുന്ന ധ്രുവിനെ കണ്ടത്. പൊന്നുമോനെ അവിടെ നിന്നേ. സിദ്ധു, നീ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. കൂടുതൽ ചളിയടിക്കാതെ എന്നാ പിശാചിന് മുമ്പിൽ ഇട്ടിട്ട് നീ എന്നെ പോക്കാടാ പോയത്. അവൾ നീ എന്തിയെന്ന് ചോദിച്ചു, തലയ്ക്കൊരു സമാധാനം തന്നിട്ടില്ല. അത് പിന്നെ അവള് പിണങ്ങിപ്പോയതല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പിണക്കം മാറ്റാൻ 1 മണിക്കൂർ വേണോ പിണക്കം മാറ്റാൻ? ആ പിണക്കം മാറ്റിയപ്പോഴേക്കും അമ്മാമ്മ ഒന്ന് വിളിച്ചല്ലേ, അതാ ലേറ്റായത്. സത്യം. അല്ലാതെ ഉമ്മിക്കുമല്ലായിരുന്നു അല്ലേ? മനസ്സിലായല്ലേ? മനസ്സിലായി. അല്ല, അതെങ്ങനെ മനസ്സിലായി? നീ ഒളിഞ്ഞു നോക്കിയോ അലവാദി? എനിക്കതാണല്ലോ പരിപാടി. അതുവാ പിശാച് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ നിനക്കതിനെ മനസ്സിലായി? അവളെ ചുണ്ട് കണ്ടപ്പോൾ മനസ്സിലായി. കുഴപ്പമില്ല, ഇപ്പം എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. അവൾ നിന്റെ അമ്മാമ്മയുടെ റൂമിലേക്കാ എന്നെ പേടിച്ച് ഓടിയത്. അയ്യോ പണിപ്പാളൂ സിദ്ധു. എനിക്കെങ്ങനെ അറിയാനാ? ഒന്നും ചെയ്തു വയ്ക്കുമ്പോൾ ആലോചിക്കണം. മാറി നിൽക്കും, ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. സിദ്ധു അവനെ തട്ടി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് പോയി. പുറകെ ധ്രുവ് ചുറ്റുപാടും നോക്കിയിട്ട് കയറിപ്പോയി. റൂമിലെത്തിയ ധ്രുവ് കുളിച്ച് ഫ്രഷായി